ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബയോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആണ്. സോ നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ടാണ്. സോ 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ എ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കറിയാം സെക്ഷൻ എയിൽ ഏതൊക്കെയാണ് 1 to 16 വരെയാണ് നമുക്ക് സെക്ഷൻ എ എന്ന് പറയാൻ പറ്റുന്നത്. സോ 1 to 16 ക്വസ്റ്റ്യൻ വരെ എന്താണ് MCQs ആണ്. MCQs ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റായത് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലാറ്റ് വേംസ് അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചത് ഇവിടെ ഫ്ലാറ്റ് വേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നോ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഓപ്ഷൻ ബി ഹാവിങ് സ്കോലക്സ്, ഓപ്ഷൻ സി മോസ്റ്റ്ലി പാരസൈറ്റിക്, ഓപ്ഷൻ ഡി സീലോമേറ്റ്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? നോ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ചില ഫ്ലാറ്റ് വേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഡൈജസ്റ്റീവ് സിസ്റ്റം കാണാൻ വേണ്ടി സാധിക്കും. സോ ഫ്ലാറ്റ് വേംസിന് എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. സോ ബി എന്ന് പറഞ്ഞത് എന്താണ്? ഹാവിങ് സ്കോലക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവിങ് സ്കോലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കോലക്സ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സം പാരസൈറ്റിക് ഫ്ലാറ്റ് വേംസ് ലൈക്ക് ടപ്പ് വേംസ് ഫോർ അറ്റാച്ച്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? സ്കോലക്സ് എന്ന് പറയുന്നത്. സോ സ്കോലക്സ് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഫ്ലാറ്റ് വേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മോസ്റ്റ്ലി പാരസൈറ്റിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലാറ്റ് വേംസ് എങ്ങനെയാണ്? പാരസൈറ്റിക് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തല്ല ആദ്യത്തെ 3 ഓപ്ഷൻസും നമുക്ക് ഫ്ലാറ്റ് വേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, നമുക്ക് 4ാമത്തെ നോക്കാം. സീലോമേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലാറ്റ് വേംസ് എന്നാണ് പഠിച്ചിട്ടുള്ളത്? ഫ്ലാറ്റ് വേംസ് ആർ അസീലോമേറ്റ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ഫ്ലാറ്റ് വേംസ് എന്തല്ല? സീലോമേറ്റ് അല്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് ഡി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലാറ്റ് വേംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ 3 ഓപ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നമ്മുടെ ഫ്ലാറ്റ് വേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 4ാമത്തെ ഓപ്ഷൻ എന്തല്ല? ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, നമ്മുടെ ഫ്ലാറ്റ് വേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സീലോമേറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകാനുള്ളത്. 2ാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാംബിയം ഈസ് എ ഓർ ആൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കാംബിയം എന്താണ്? ഏത് ടൈപ്പ് ഓഫ് മെരിസ്റ്റമാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അപ്പിക്കൽ മെരിസ്റ്റം, ഇൻഡോകാലറി മെരിസ്റ്റം, സി ലാറ്ററൽ മെരിസ്റ്റം, ഡി കോംപ്ലക്സ് ടിഷ്യൂ എന്നിങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, കാംബിയം എന്ന് പറയുന്നത് എന്താണ്? കാംബിയം നമുക്ക് സെക്കൻഡറി ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ തിക്നെസ്സും ഗിർത്തൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണല്ലേ കാംബിയം എന്ന് പറയുന്നത്. സോ അപ്പോൾ കാംബിയം എന്തായിരിക്കും? നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ച് നോക്കണം എന്തായിരിക്കും. നമുക്ക് ഡൗട്ടൊന്നും ഇല്ലാണ്ട് പറയാം. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ലാറ്ററൽ മെരിസ്റ്റാണ് എന്ത്? കാംബിയം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തിക്നെസ്സും ഗിർത്തും സെക്കൻഡറി ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? കാംബിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് വരുന്നത് ലാറ്ററൽ മെരിസ്റ്റമാണ്. ഓക്കെ, നമുക്കൊന്ന് എക്സ്പ്ലനേഷൻ നോക്കാം. ആൻസർ ഈസ് ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ, Cambium is a type of lateral meristem found in plants responsible for secondary growth leading to an increase in the girth of stems and roots. സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ഒക്കെ ഗിർത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ലാറ്ററൽ മെരിസ്റ്റം ആണെന്ത്? കാംബിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ 2 പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ പ്രൊഡ്യൂസേഴ്സ് ഏത് ടൈപ്പ് ഓഫ് ഡിസീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ എന്തിനാണ് കാരണമാവുന്നത്? ഹൈപ്പർ തൈറോയിഡിസത്തിനാണ് കാരണമാവുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഉണ്ടാവുന്ന
ആ ഒരു ഡിസീസിൻ്റെ പേരെന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ എക്സോഫ്താൽമിക് ഗോയിറ്റർ, ബി സിമ്പിൾ ഗോയിറ്റർ, സി ക്രെറ്റനിസം, ഡി മിക്സഡിമ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിതിനകത്ത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഓപ്ഷൻ എ എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. എക്സോഫ്താൽമിക് ഗോയിറ്റർ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കോസായിട്ട് അല്ലെങ്കിൽ കാരണമായിട്ട് ഉണ്ടാവുന്നതാണ് എന്ത് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യും, ബൾജ് ചെയ്ത് വരുന്ന ആ ഒരു ഡിസോർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ലീഡ്സ് ടു ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിൻ്റെ ഓവർ സെക്രീഷൻ എന്തിന് കാരണമാവുമെന്ന് പറഞ്ഞു, ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാവുന്നു എന്ന് പറയുന്നു. എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ നമ്മളിതിനെ എന്ത് പറയും, ഗ്രേസ് ഡിസീസ് എന്ന് പറയും അല്ലേ. ഈസ് എ കോമൺ കോസ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം characterized by an enlarged thyroid gland and protrusion of the eyeballs. ഇതാണ് അതിൻ്റെ എന്താ പറയുക എക്സോഫ്താൽമിക് ഗോയിറ്ററിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്, ഓവർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ മൂലം ഉണ്ടാവുന്ന ഡിസോർഡർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും സിമ്പിളാണ്, നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം, സെൽഫ് പോളിനേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ പീ പ്ലാന്റ്സ് ആസ് ദെയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ സെൽഫ് പോളിനേഷൻ ഒബ്സർവ് ചെയ്യുന്നത് പീ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റൽസ് ഡെവലപ്പ് അറ്റ് ദ സെയിം ടൈം സിങ്ക്രോണസ് ഈസ് ഇൻ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ബി സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റൽസ് ഡെവലപ്പ് at different times. C. Stamens and pistils are found in different plants. Option D. Male and female sex organs are found in different flowers. നമ്മളിവിടെ ഏതിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്, സെൽഫ് പോളിനേഷൻ ഇൻ പീ പ്ലാന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൽഫ് പോളിനേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കാണുന്നത് ഏതായിരിക്കും? നമുക്ക് ഡൗട്ടൊന്നും ഇല്ലാണ്ട് തന്നെ പറയാം, ഓപ്ഷൻ എ ആണല്ലേ. നമ്മുടെ സ്റ്റേമനും പിസ്റ്റൽസും സെയിം ടൈമിൽ ക്ലോസ്ഡ് ഫ്ലവേഴ്സിൻ്റെ അകത്ത് സെയിം ടൈമിൽ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സെൽഫ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്രോസ് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. സ്റ്റേമനും പിസ്റ്റലും എന്താണ് ഡിഫറെൻറ്റ് ടൈമിലാണ് ഡെവലപ്പ് ആവുന്നത്, അതുപോലെ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ കാണുന്നു, അതുപോലെ എന്താണ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ 2 സെക്സ് ഓർഗൻസും കാണുന്നു. ഇതെല്ലാം എന്താണ് ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്, സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റൽസ് ഡെവലപ്പ് അറ്റ് ദ സെയിം ടൈം ഇൻ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സെൽഫ് പോളിനേഷൻ ആയിരുന്നു ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യമാണ് നോക്കാനുള്ളത്. 5ാമത്തെ ചോദ്യം നമുക്ക് മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. സോ 5th ക്വസ്റ്റ്യൻ ഈസ്, ഇൻ എ ഹെൽത്തി ഹ്യൂമൻ ഫീമെയിൽ ഓവം ഈസ് മെച്ചുവേർഡ് ആൻഡ് റിലീസ്ഡ് അറ്റ് വാട്ട് ടൈം ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഒരു ഹെൽത്തി ഹ്യൂമൻ ഫീമെയിൽ ഓവം മെച്ചുവർ ആവുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഏത് ടൈമിലാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് നോർമലി എന്താണ് 28 ഡേയ്സ് ആണ് നമ്മൾ ആ ഒരു സൈക്കിളിനെ നമ്മൾ വെച്ചിട്ടുള്ള ഡേയ്സ് അല്ലേ. അപ്പോൾ ഈ 28 ഡേയ്സിൻ്റെ ഏത് ടൈമിലാണ് അല്ലെങ്കിൽ ഏത് ദിവസത്തിലായിരിക്കും നമ്മുടെ ഓവം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക അല്ലെങ്കിൽ ഓവുലേഷൻ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, ഓപ്ഷൻ ബി ബിറ്റ്വീൻ 13th to 14th day of menstrual cycle, option C 18th day after start of menstrual cycle, option D 28th day after start of menstrual cycle. ഇതിനകത്ത് ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 28 ദിവസമാണ് നമ്മുടെ ഒരു നോർമലി നമ്മൾ പറയുന്ന ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡേയ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓരോ 28 ദിവസം കൂടുമ്പോഴുമാണ് എന്ത് വരിക, ഓരോ സൈക്കിൾസ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
28 ദിവസത്തിൻ്റെ ആ ഒരു സൈക്കിളിൻ്റെ ഏകദേശം പകുതിയൊക്കെ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നമുക്ക് ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ ഓവം ഓവം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാം, സംഭവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ ഒരു ആൻസർ ഇവിടെ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. ബിറ്റ്വീൻ 13th to 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. കാരണം ഓവുലേഷൻ ടിപ്പിക്കലി ഹാപ്പൻസ് അറൗണ്ട് ദ മിഡ് പോയിന്റ് ഓഫ് 28 ഡേ മെൻസ്ട്രൽ സൈക്കിൾ. നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു മിഡ് പോയിന്റിലായിട്ടാണ് ഇത് സംഭവിക്കുക, ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. Okay, this means it usually occurs between the 13th to 14th day of menstrual cycle in a healthy female with a regular cycle. അതായത് റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ഒരു ഹെൽത്തി ഹ്യൂമൻ ഫീമെയിലിൻ്റെ 28 ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു മിഡ് പോയിന്റിലായിട്ടാണ് എന്ത് സംഭവിക്കുക, ഓവുലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബിറ്റ്വീൻ 13 to 14 ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആറാമത്തെ ചോദ്യം, ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലൈസിസ് ഇൻ മസിൽസ് ആർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മസിൽസിനകത്ത് ഗ്ലൈക്കോലിസിസിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഗ്ലൈക്കോലിസിസ് എന്താണ്? It is a metabolic pathway that converts glucose into pyruvic acid, generating ATP in the process. ഇതാണ് എന്ത്? ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. സോ ഗ്ലൈക്കോലൈസിസിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? പൈറുവിക് ആസിഡും ATP ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ എത്ര ATP ഉണ്ടാവും അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡൗട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത്: ഓപ്ഷൻ എ പൈറുവിക് ആസിഡ് 36 ATP, ഓപ്ഷൻ ബി പൈറുവിക് ആസിഡ് 4 ATP, ഓപ്ഷൻ സി ഈഥൈൽ ആൽക്കഹോൾ 2 ATP, ഓപ്ഷൻ ഡി പൈറുവിക് ആസിഡ് 2 ATP. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്കൊരു ഡൗട്ടൊക്കെ വന്നേക്കാം ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് പൈറുവിക് ആസിഡും 36 ATP ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് ലീഡ്സ് 2 ATP and pyruvic acid, not 36 ATP. 36 ATP is more related to the complete breakdown of glucose in aerobic respiration. ഇവിടെ 36 ATP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലൂക്കോസിൻ്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗണിനാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിവിടെ അത്രയും ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് ആകെ 2 ATPയെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇനി ബി നോക്കാം. ബി എന്ന് പറയുന്നത് 4 ATP ആണ് തന്നിട്ടുള്ളത്. സോ 4 ATP നമുക്കവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഈഥൈൽ ആൽക്കഹോളും 2 ATP ആണ് തന്നിട്ടുള്ളത്. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫെർമെൻറ്റേഷൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അതുമല്ല. സോ പൈറുവിക് ആസിഡ് ആൻഡ് 2 ATP എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 36 ATP നമുക്കിവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈറുവിക് ആസിഡ് ആൻഡ് 2 ATP എന്നുള്ളതാണ് നമ്മുടെ ഗ്ലൈക്കോലൈസിസിൻ്റെ എൻഡ് പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. 6 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ നോക്കിയതെന്ന് തോന്നുന്നു. സോ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതുപോലെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സാമിൻ്റെ ടൈമിൽ നമ്മളൊട്ടും പാനിക്കാവാതെ നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.